ഈ തൊട്ട് മുമ്പത്തെ ഇലക്ഷനിൽ മധ്യപ്രദേശിൽ വോട്ട് ചെയ്തത് കോൺഗ്രസിന്. 6 മാസം കഴിഞ്ഞപ്പോൾ കമൽനാഥ് മാറി ബിജെപിയുടെ ചൗഹാൻ മുഖ്യമന്ത്രി, കമലം പിരിഞ്ഞു. അതുപോലെ കോൺഗ്രസിന് വോട്ട് ചെയ്യുക, ബിജെപിക്ക് പോയി സപ്പോർട്ട് ചെയ്യുക. ഇവിടെ മതേതരത്വ മുന്നണി അധികാരത്തിൽ വരണമെങ്കിൽ സഖാവ് വി ജോയി ജയിക്കുക മാത്രമല്ല, കേരളത്തിലുള്ള 20 സീറ്റും ജയിക്കണം. പാർലമെന്റിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലും വരണം. ബിജെപിയെ താഴെ ഇറക്കണം. മതേതരത്തെ ഇന്ത്യയെ രക്ഷിക്കണമെങ്കിൽ, ഇനി നാളെ ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ, മതേതരത്തെ ഇന്ത്യയിൽ മതേതരത്വ രാജ്യം ഭരിക്കുന്ന ഇന്ത്യ മുന്നണി തന്നെ അധികാരത്തിൽ. അടൂർ പ്രകാശിനെ നിങ്ങൾ എങ്ങനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യും? അദ്ദേഹം ബിജെപിയിലേക്ക് പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നില്ലല്ലോ. അദ്ദേഹം നമുക്ക് നിസ്സാരം. ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ തിരുവനന്തപുരത്ത് പഠിക്കുന്ന ശശി തരൂരിന്റെ ചോദിച്ചു 2024 ഏറ്റവും നല്ല പ്രധാനമന്ത്രി ആരാകുമെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം കണ്ണ് തുറക്കുമ്പോ പറഞ്ഞു നരേന്ദ്രമോദിയാണ്. പറഞ്ഞത് ഞാൻ ബിജെപി പോയ എന്നോട് ആര് ചോദിക്കുമെന്നാ. ഇങ്ങനെ പറയുന്ന ആൾക്കാർക്ക് ആരെയും വോട്ട് ചെയ്യൂ.